ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതുയർത്തിയ ജർമ്മൻ നിർമ്മിതിയുടെ അവശേഷിപ്പുകളാണിത്. ഇതിനകത്തേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് തുരുമ്പിൽ കുതിർന്ന ഗേറ്റ് കൊട്ടിയടച്ച് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ ഗേറ്റിനുമപ്പുറത്താണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 തളികളിലൊന്നായ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 108 പ്രമുഖ ശിവക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പുരാതന സ്തോത്രത്തിൽ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം വർത്തമാനകാലത്ത് അജ്ഞാതമായി കിടക്കുകയാണ്. തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ കാഴ്ചയാണിത്. വൃത്താകാരത്തിലുള്ള പീഠത്തിൽ ഉറപ്പിച്ച നിലയിലാണ് ശിവലിംഗം. കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിൻ്റെ നിരീക്ഷണത്തിൽ ഇത് മണിത്തൂൺ പ്രതിഷ്ഠയാണ്. പാതിമുറിഞ്ഞ നിലയിലാണ് ശിവലിംഗം. ഇത് ഒരു തകർക്കപ്പെടലിൻ്റെ ആഘാതത്തിൽ സംഭവിച്ചതാണ്. 6 അടി ഉയരമുണ്ടായിരുന്ന ശിവലിംഗത്തിൻ്റെ മറ്റേ പാതി ഇതേ ഭൂമിയിൽ കുഴിച്ചുമൂടി കിടക്കുന്നുണ്ടെന്നാണ് വിവരം. ക്ഷേത്രത്തിൻ്റെ ഒരു ശില്പിയാണ്, വർക്കെടുക്കുന്ന ആളാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ ശിവലിംഗത്തിൻ്റെ പീഠമാണ്. പീഠത്തിൻ്റെ ഇത്രയും ഹൈറ്റിൽ അടിയിലേക്കും ഉണ്ട്, ഇതിൻ്റെ മേലേക്കും ഉണ്ട് ശിവലിംഗം. ഇത് പാതകം, ജഗതി, കുമുദം, ഗളം, പടി. മലപ്പുറം ജില്ലയിൽ ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന തിരുനാവായയിൽ കൊടക്കൽ എന്ന സ്ഥലത്താണ് തളി മഹാദേവ ക്ഷേത്ര ഭൂമി സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനാവായ തളി ക്ഷേത്രഭൂമിയുടെ സ്കെച്ചാണ്. തിരുനാവായ വില്ലേജ് റീസ 316-ൽ 2B-യിൽ 9 ഏക്കർ 20 സെന്റ് വിസ്തീർണമുള്ളതായിരുന്നു തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നായിരുന്നു തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം. പെരുമാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ തിരുനാവായ തളി ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ആദ്യത്തെ ചേരമാൻ പെരുമാളിനെ തിരഞ്ഞെടുത്തതെന്ന് കാണാം. തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം തകർന്ന് നാമാവശേഷമായതിന് പിന്നിൽ ചതിയുടെ വലിയൊരു ചരിത്രമുണ്ട്. അതാകട്ടെ ഹൈദരാലിയുടെ പടയോട്ടത്തിൽ നിന്നും തുടങ്ങി 2003 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നടന്ന വൻ ഗൂഢാലോചനയുടെ ആഴങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ മാറി മാറി വന്ന സർക്കാരുകളും അനുബന്ധ ഉദ്യോഗസ്ഥരും ഹിന്ദുജന സാമാന്യത്തോട് കാണിച്ച കൊടും ചതിയുടെ ചരിത്രമാണത്. ആ ചരിത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഭാരതപ്പുഴയുടെ ഉത്സവമായ തിരുനാവായ മാമാങ്കത്തിൻ്റെ നടത്തിപ്പ് കോഴിക്കോട് സാമൂതിരിക്ക് വന്നു ചേർന്നതിൽ പിന്നെ മാമാങ്കകാലമായ മാഘമാസത്തിലെ മകം വരെയുള്ള 28 ദിവസം തിരുനാവായ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് കേന്ദ്രീകരിക്കാറുള്ളത്. 9.5 ഏക്കറയോളം വിസ്തൃതിയുള്ള തിരുനാവായ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയുടെ ഏതാനും ഭാഗമാണിത്. മാമാങ്കകാലത്ത് സാമൂതിരി രാജാവിന് താമസിക്കാൻ ഇവിടെ താൽക്കാലിക കോവിലകം നിർമ്മിക്കാറുണ്ട്. വാകയൂർ കോവിലകം എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. തളി ക്ഷേത്രഭൂമി വാകയൂർ കുന്ന്, വാവൂർ കുന്ന് എന്ന പേരിലും പിൽക്കാലത്ത് അറിയപ്പെട്ടു. മാമാങ്കകാലത്ത് സാമൂതിരി രാജാവിന് താമസിക്കാനുള്ള താൽക്കാലിക കോവിലകത്തിന് പുറമെ ഇളമുറ തമ്പുരാക്കന്മാർക്ക് 3 കോവിലകങ്ങളും 4 മന്ത്രിമന്ദിരങ്ങളും നിർമ്മിക്കാറുണ്ട്. ഇതല്ലാതെ മറ്റ് നിർമ്മിതികളൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. മാഘമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് സാമൂതിരി രാജാവ് വാകയൂർ കോവിലകത്തേക്ക് എഴുന്നള്ളാറുള്ളത്. ഡോക്ടർ NN നമ്പൂതിരി കണ്ടെത്തിയ സാമൂതിരി രേഖകൾ പ്രകാരം ഒടുവിലത്തെ മാമാങ്കം നടന്നത് 1766-ലാണ്. അക്കൊല്ലത്തെ മാമാങ്കം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം ഹൈദരാലിയോട് സന്ധി ചെയ്യാൻ സാമൂതിരി തിരുനാവായയിൽ നിന്നും കൊയിലാണ്ടി കൊല്ലത്ത് ചെന്നു. ഹൈദരാലിയുടെ ഭീമമായ ആവശ്യങ്ങൾ നിരാകരിച്ച സാമൂതിരിയെ ഹൈദരാലി ബന്ധനത്തിലാക്കി. തുടർന്ന് കോഴിക്കോട്ടെത്തിച്ചു. ഈ സാമൂതിരി പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. അതിനുശേഷം ഭാരതപ്പുഴയുടെ ഉത്സവം നടന്നിട്ടില്ല. സാമൂതിരി ആത്മഹത്യ ചെയ്തതിൽ പിന്നെ പടനയിച്ചെത്തിയ ഹൈദരാലിയും സംഘവും വെട്ടത്തനാട് മുച്ചൂടും മുടിച്ച കൂട്ടത്തിൽ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രവും തകർത്തു. ക്ഷേത്രത്തിലെ 6 അടി ഉയരമുള്ള ശിവലിംഗം ഹൈദരാലിപ്പടയുടെ ഹാമറിങ്ങിൽ 2ആയി മുറിഞ്ഞു. മൈസൂർ സൈന്യം തകർത്ത തിരുനാവായ തളി ക്ഷേത്രവും ക്ഷേത്രഭൂമിയും അതിൽ പിന്നെ കാടുകയറി കിടക്കുകയായിരുന്നു.
പിന്നോക്ക വിഭാഗക്കാരുടെ സാമൂഹ്യ പുരോഗതിക്കെന്ന പേരിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ട് കോഴിക്കോട്ടെത്തിയ ജർമ്മൻ മിഷണറിമാരായ ബാസൽ മിഷൻ അക്കാലത്ത് തിരുനാവായ കൊടക്കൽ മേഖലയിലുണ്ടായിരുന്ന നായാടിമാരെ മതം മാറ്റാൻ തീരുമാനിച്ചു. കലക്ടർ ഹെൻറി കനോലിയുടെ പിന്തുണയോടെ മിഷണറിയായ മിഖായേൽ ഫ്രിറ്റ്സിന്റെ നേതൃത്വത്തിലായിരുന്നു മതപരിവർത്തന ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ മിഷണറിമാർ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രഭൂമി കൈവശപ്പെടുത്തി. ആഴുവാഞ്ചേരി തമ്പ്രാക്കളിൽ നിന്നും 99 വർഷത്തേക്ക് പാട്ടത്തിന് ഏറ്റെടുത്തതായ രേഖയുണ്ടാക്കിയിട്ടായിരുന്നു ഈ കൈവശപ്പെടുത്തൽ. തളി ക്ഷേത്രഭൂമിയുടെ സമീപത്തെ എടവന നമ്പൂതിരിയുടെ 1000 ഏക്കർ ഭൂമിയും 99 വർഷത്തേക്ക് പാട്ടത്തിന് ഏറ്റെടുത്ത രേഖയുണ്ടാക്കി കൈവശപ്പെടുത്തി. തുടർന്ന് തളി ക്ഷേത്രഭൂമിയിലെ പുരാതന മഹാദേവ ക്ഷേത്രം കുഴിച്ചുമൂടിയ മിഷണറിമാർ ജർമ്മൻ ടെക്നോളജിയിൽ അവിടെ ഒരു ടൈൽ ഫാക്ടറി സ്ഥാപിച്ചു. 1841 തിരുനാവായ തളി മഹാദേവ ക്ഷേത്രം ക്രിസ്ത്യൻ മിഷണറിമാർ കുഴിച്ചുമൂടിയത്. വടക്കിലെ 30 നായാടി കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു. മതം മാറാൻ വിസമ്മതിച്ച അവശേഷിച്ച കുടുംബങ്ങൾ ഭാരതപ്പുഴ കടന്ന് പൊന്നാനിയിലേക്ക് പലായനം ചെയ്തു. പിൽക്കാലത്ത് ബാസൽ മിഷൻ, കൊടക്കൽ ലോട്ട് കമ്പനിയും അത് നിൽക്കുന്ന തളി മഹാദേവ ക്ഷേത്രഭൂമിയും കോയമ്പത്തൂരിലെ SP സുബ്ബയ്യ ചെട്ടിയാർക്ക് വിൽപ്പന നടത്തി. സുബ്ബയ്യ ചെട്ടിയാരും അദ്ദേഹത്തിന്റെ മരണാനന്തരം മകൻ പളനിയപ്പനുമാണ് ടൈൽ ഫാക്ടറി നടത്തി വന്നിരുന്നത്. അതിനുശേഷം പളനിയപ്പൻ തിരുനാവായ തളി മഹാദേവ ക്ഷേത്രഭൂമി വസ്തുകച്ചവടക്കാർക്ക് വിൽപ്പന നടത്തി. വസ്തു വിൽപ്പനക്കാരാകട്ടെ തിരുനാവായ തളി ക്ഷേത്രഭൂമി നിരവധി പേർക്ക് മുറിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു. ദേവൻ എക്കാലവും മൈനറായതിനാൽ തിരുനാവായ തളി ക്ഷേത്രഭൂമി വിൽപ്പന നടത്തുന്നത് നിയമവിരോധമാണ്. എന്നാൽ നിയമം നടപ്പിലാക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തന്നെ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വന്ന സർക്കാരുകളും അനങ്ങിയതുമില്ല, അതിനെ രഹസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മാമാങ്കത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തുന്നതിന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തിരുനാവായയിൽ പരിശോധന നടത്തിയത് 2003 സെപ്റ്റംബർ 13, 14 തീയതികളിലാണ്. മലപ്പുറം ജില്ലാ കലക്ടറുടെ കത്ത് പ്രകാരമായിരുന്നു ഈ അന്വേഷണം. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തിരുനാവായ തളി ക്ഷേത്രഭൂമി ഉത്ഖനനം ചെയ്തപ്പോഴാണ് ഹൈദറിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതും പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാർ കുഴിച്ചുമൂടിയതുമായ തളി ക്ഷേത്രം കണ്ടെത്തിയത്. ശിവലിംഗം, പീഠം, ശ്രീകോവിൽ പാളികൾ അടക്കമുള്ളവ കണ്ടെത്തി. തളി ക്ഷേത്രം കണ്ടെത്തിയതോടെ അത് അക്കാലത്ത് രഹസ്യമാക്കി വയ്ക്കുകയും പുറംലോകം അറിയാതിരിക്കാൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു. ഇത് നിലപാട് തറയാണെന്ന് ചിലർ പുരാവസ്തു വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതേസമയം രേഖകൾ പരിശോധിക്കാതെയും തെളിവുകൾ പരിഗണിക്കാതെയും സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഇവിടെ നിലപാട് തറയാണ് ഉണ്ടായിരുന്നതെന്ന് പ്രാദേശിക വിശ്വാസമുള്ളതിനാൽ നിലപാട് തറ സംരക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച പുരാവസ്തു വകുപ്പ് വിശദമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഉത്ഖനനം ചെയ്ത് കണ്ടെത്തിയ ശിവലിംഗവും പീഠവും പുരാതന ക്ഷേത്രത്തിൻ്റെതാണെന്നും അത് അതേ സ്ഥലത്ത് ഡംപ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. തിരുനാവായ വില്ലേജ് ഓഫീസിലെ രേഖകൾ പ്രകാരം ഇത് തളി ക്ഷേത്രഭൂമിയാണ്. വില്ലേജ് രേഖകൾ പോലും പരിശോധിക്കാതെയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള സ്വകാര്യ വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തളി ക്ഷേത്രത്തിന്റെ തറയെ നിലപാട് തറയാണെന്ന് വിശേഷിപ്പിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയത്. 2006 തെറ്റായ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തളി ക്ഷേത്രം നിന്നിരുന്ന ഭാഗത്ത് വലിയ ഒരു തറ കെട്ടി ഇത് നിലപാട് തറയാണെന്ന് പുരാവസ്തു വകുപ്പും DTPCയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാമാങ്കകാലത്ത് സാമൂതിരി രാജാവ് നിലപാട് നിന്നിരുന്ന തറയാണ് ഇതെന്നാണ് പുതിയ തലമുറയോട് പറഞ്ഞു പരത്തുന്നത്. ചരിത്രത്തോട് കാണിക്കുന്ന എന്തുമാത്രം കൊടുക്രൂരതയാണ് ഇതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇത് തിരുനാവായ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ പീഠമാണ്. പീഠത്തിനകത്ത് കാണുന്നതാണ് ഹൈദരാലി തകർത്ത ശിവലിംഗത്തിന്റെ പകുതി ഭാഗം. ഈ ശിവലിംഗത്തിന്റെ അടിഭാഗവും നമുക്ക് കാണാം. 6 അടി ഉയരമുള്ള ശിവലിംഗത്തിന്റെ പകുതി മാത്രമാണ് പീഠത്തിൽ ഇപ്പോഴുള്ളത്. ഹാമർ ഉപയോഗിച്ച് തകർത്ത പരിക്കുകൾ ശിവലിംഗത്തിലും പീഠത്തിലും വ്യക്തമായി കാണാം. ശിവലിംഗത്തിന്റെ അവശേഷിച്ച പാതി പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഇവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണറാണിത്. ഇത് നിലപാട് തറയല്ല. ഇവിടെ ഒരു കാലത്തും നിലപാട് തറ നിർമ്മിച്ചിട്ടുമില്ല.
കോഴിക്കോട് സാമൂതിരി ഒരു മാമാങ്ക കാലത്തും ഇവിടെ നിലപാട് നിന്നിട്ടുമില്ല. നിലപാട് തറ നിന്നിരുന്ന സ്ഥലം മറ്റൊരിടത്താണ്. നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ചകൾ കൂടി കാണാം. നിലപാട് തറ നിന്നിരുന്നത് അകലെ കാണുന്ന ആ പറമ്പിലാണ്. 50 വർഷം മുമ്പ് വരെ നിലപാട് തറ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ഇത് ഭാരതപ്പുഴയുടെ അരുകു ചേർന്ന ഒരു പറമ്പാണ്. വാൽപ്പറമ്പ് എന്ന പേരിലാണ് ഈ പറമ്പ് അറിയപ്പെടുന്നത്. ചെറിയ 2 തറകളും 7 അടി ഉയരവും 15 അടി വീതിയുമുള്ളതായിരുന്നു വലിയ നിലപാട് തറ. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന നിലപാട് തറകൾ പൊളിച്ചു നീക്കുകയായിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ തറ കണ്ട ധാരാളം പഴമക്കാർ തിരുനാവായയിൽ ഇന്നും ഉണ്ട്. ഈ പറമ്പിനും ഭാരതപ്പുഴയ്ക്കുമിടയിൽ വീതി കുറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ചൂടുപറമ്പ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. കൊല്ലപ്പെടുന്ന ചാവേറുകളെ സംസ്കരിച്ചിരുന്ന സ്ഥലമായിരിക്കാം ചൂടുപറമ്പ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ചെറുപ്പകാലത്ത് ഈ തറ കണ്ട ഒരാള് നമ്മുടെ വേലായുധേട്ടൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ തറ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കൊത്തിപ്പൊളിച്ച് ഈ തറയെല്ലാം കുത്തിപ്പൊളിച്ചെന്നല്ല. വേലായുധേട്ടൻ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. തറായി എന്ന് പറഞ്ഞാൽ ഒരു 7 അടി ഉയരമുണ്ട്. 7 അടി ഉയരത്തിൽ ഒരു 15 മീറ്റർ ചുറ്റളവ്. ഇപ്പോൾ 15 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള 1-2 തറയുണ്ട്. ഇത് ഞാൻ കാണാൻ ആയത് എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെ മറവ് ചെയ്തത് ഈ സ്ഥലത്ത്, ഇതിൻ്റെ താഴത്താണ്. ഈ താഴത്തെന്ന് പറഞ്ഞാൽ ഈ താഴത്തുള്ള സ്ഥലത്തിന് ചൂടുപറമ്പ് എന്നാണ് പറയുക. ഈ ചൂടുപറമ്പിൻ്റെ ഇതിലാണ് എൻ്റെ അച്ഛനെ മറവ് ചെയ്തത്. അങ്ങനെ ഈ സ്ഥലം വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ വരാനും ഈ തറകൾ കാണാനും സ്ഥലം. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്താണ് എൻ്റെ അമ്മ ഏറ്റവും താമസിച്ചിരുന്നത്. അതായത് അത് ഈ കമ്പനിക്കാരുടെ സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഈ തറ കാണാനും 2-3 തറകൾ ഉണ്ടായിരുന്നു. അത് എത്ര ഉയരം? എത്ര എന്ന് പറഞ്ഞാൽ ഒരു 7 അടി ഉയരം ഉണ്ടാവും. ഈ സുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കയ്യെന്ന് പറഞ്ഞാൽ എത്ര ഇത് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മേലെ ചാടി കളിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ അതിൻ്റെ ഉയരം കുറഞ്ഞിരുന്നു. കാരണം മണൽ കൊണ്ടാണ് തറ. ഏത് സമയത്താണ് ഈ തറ കണ്ടിരുന്നത്? ഈ തറ കണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കും 1961-60 കാലഘട്ടങ്ങളിൽ ഈ തറ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് എത്ര പഴക്കമാക്കല്ലേ? എങ്ങനെ കല്ലിന്റെ തറയാണ്? കല്ലല്ല, മണ്ണിന്റെ തറകളാണ്. മണ്ണിന്റെ തറകളാണ് ഉണ്ടായിരുന്നത്. കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ കല്ല് അതിന്റെ അപ്പുറം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. കാലം എത്ര തകർന്നു പോയതായിരിക്കും. ഒരു 40-50 കൊല്ലത്തിന്റെ മേലെ കഴിഞ്ഞില്ലേ, 60 കൊല്ലത്തോളായി. ഇത് നിലപാട് തറയാവാനുള്ള ഒരു സാധ്യത എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് മാമംഗം നടന്നിരുന്നെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചതാണ്. ഇതായിരിക്കാം ഈ നിലപാട് തറയുന്നത്. അല്ലാതെ ഇപ്പോൾ കമ്പിൻ്റെ അവിടെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. കാരണം വാഷിംഗ് മെഷീൻ അവിടെ ഇതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗുഹകളുണ്ട്. ഇപ്പോഴത്തെ നിലപാട് തറൻ്റെ അതിൻ്റെ അപ്പുറത്തും കൂടി ഒരു അണ്ടർഗ്രൗണ്ട് കൂടി ബന്ദറയിലേക്ക് തോണിയൊക്കെ പോകാനുള്ള ഗുഹകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതാവാൻ വഴിയില്ല. മാത്രമല്ല ഈ പഴുക്കാൻ വേണ്ടുന്ന ഒരു സൈറ്റ് ഇങ്ങോട്ട് വരാനും കഴിയില്ല. ഒരു കണ്ണിൻ്റെ സൈറ്റിലാണല്ലോ ഇപ്പോൾ ഇതൊക്കെ വീക്ഷിക്കണമെന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ ചാരിയിട്ടാണ്. ഭാരതപ്പുഴയുടെ ചാരിയിട്ടാണ്. ഇതിപ്പോൾ തകർന്നിട്ട് അല്ല, ഇതിപ്പോൾ പൊളിച്ച് നീക്കിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി വലിയൊരു ഇതില്ലെങ്കിൽ ഒരു 8-10 കൊല്ലം നിന്നിട്ടുള്ളൂ. ഇത് പിന്നീട് ഈ സ്ഥലം മറ്റേ ബാലംഭാഷ, ഇവിടെ എഴുത്തച്ഛൻ ബാലംഭാഷ എന്ന് പറഞ്ഞ ആളാണ് അവരെ കയ്യിലിരുന്നത്. അവരെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങാൻ നിന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതിനെപ്പറ്റി അറിയാം. ശരിക്കും അതിനെ കുറിച്ചിട്ട് അന്ന് തന്നെ കാര്യമായ ഒരു പഠനം നടത്തിയിരുന്നില്ലെങ്കിൽ അത് കിട്ടുമായിരുന്നു. അതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ ഒരു ചെറിയ ചുറ്റുപാടിലാണല്ലോ ഇപ്പോൾ ഈ മാമാങ്കത്തിനെ പറ്റിയിട്ട് പറയലും ഇതൊക്കെ ഉണ്ടായത്, ഉത്ഭവിച്ചൊക്കെ. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കാം നിലപാട്. 99% ഇവിടെ തന്നെ ആയിരിക്കാം. വിശദമായ പഠനവും കാര്യങ്ങളൊക്കെ നടത്താൻ കിട്ടും അല്ലേ? തളി ക്ഷേത്രഭൂമി അടക്കമുള്ള വസ്തു ലാൻഡ് ബോർഡ് വിധി പ്രകാരം സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ക്ഷേത്രഭൂമി ആളുകൾക്ക് പതിച്ചു കൊടുക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ശ്രീ കെ മുഹമ്മദ് കഴിഞ്ഞ ദിവസം തിരുനാവായ തളി ക്ഷേത്രഭൂമി സന്ദർശിച്ചിരുന്നു. ഹിന്ദുജന സാമാന്യത്തിന്റെ വികാരങ്ങളെ കരവാള കൊണ്ട് തകർത്ത ഹൈദരാലിയുടെയും ഹൈദർ തകർത്ത ക്ഷേത്രം കുഴിച്ചുമൂടിയ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ചെയ്തികളിൽ മണ്ണടിഞ്ഞ തളി മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. ഭൂമി ഇപ്പോൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. തളി ക്ഷേത്രഭൂമി പൂർണ്ണമായും ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. സർക്കാരിന് അതിന് കഴിയില്ലെങ്കിൽ തിരുനാവായ തളി ക്ഷേത്രഭൂമി ക്ഷേത്രവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം.
ക്ഷേത്രഭൂമിയാണെന്ന് വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ടും തളി മഹാദേവ ക്ഷേത്രം ഉയരാതിരിക്കാൻ അത് നിലപാട് തറയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരിൻ്റെ വിജ്ഞാപനം റദ്ദാക്കേണ്ടതുണ്ട്. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ക്ഷേത്ര പുനരുദ്ധാരണത്തോടൊപ്പം തന്നെ ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ഭൂമിയെ തിരുനാവായയുടെ സമഗ്ര വികസനത്തിനു കൂടി ഉചിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അധികകാലം ഇത് നിലപാട് തറയാണെന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ സർക്കാരിനാവുകയില്ല. ഇവിടെ ഉയരേണ്ടത് മഹാദേവ ക്ഷേത്രമാണ്. കാരണം ഇത് മഹാദേവന്റെ ഭൂമിയാണ്. സംഹാരദേവനായ ശ്രീ പരമേശ്വരന്റെ തിരുനാവായ തളി ക്ഷേത്രഭൂമി.